Hi friends, welcome to Roshni's Vlogs. ഇന്ന് നമ്മൾ സ്പെഷ്യൽ കാട റോസ്റ്റ് ആണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 6 കാട എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 സവോള വേണം. പിന്നെ ഇതിന് കുറച്ച് ഏറെ വെളുത്തുള്ളി വേണം. അതിനായിട്ട് ഞാൻ 2 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 കഷ്ണം ഇഞ്ചി വേണം. കുറച്ച് കറിവേപ്പില, ഒരു 5 പച്ചമുളക്. ഇനി നമുക്ക് കാടേനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു കാടനെ നമ്മൾ 4 പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കാടയാണ്. പിന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കുരുമുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. 1 ടേബിൾ സ്പൂൺ കുരുമുളകാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് വെളുത്തുള്ളി ചതച്ചെടുക്കാം. ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. പിന്നെ സവോള നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ പച്ചമുളക് കീറിയെടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയൊക്കെ നമ്മൾ അരിഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചിയും കുരുമുളകും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ സവോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ തക്കാളി ഒന്നും ചേർക്കുന്നില്ല. അപ്പം കാടയ്ക്ക് നെയ്യ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഡ്രൈ റോസ്റ്റ് ആയിട്ടാണ് വെക്കുന്നത്. മസാല പോലെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് തക്കാളിയും കൂടെ ചേർത്ത് മസാല പോലെ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ സവോളയെല്ലാം വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ കുരുമുളകും പച്ചമുളകും എല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിന് കളറിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇച്ചിരി കാശ്മീരി മുളക് പൊടി ചേർക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാലയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കാട ചേർത്ത് കൊടുക്കാം. നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇതിനകത്തുനിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും. എന്നാലും നമുക്ക് ഇടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം.
അപ്പം നമ്മുടെ കാട മുക്കാൽ വേവായിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിത് തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ കാട ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അസാധ്യ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ബൈ.